ശിവപെരുമാൻ എപ്പോഴാണ് തന്റെ മൂന്നാം കണ്ണ് തുറന്നതെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഞാൻ മുഴുവനായി പറയാം, ശ്രദ്ധിച്ചു കേൾക്കുക. ഒരു ദിവസം ശിവപെരുമാൻ കൈലാസത്തിൽ ധ്യാനത്തിലിരിക്കുമ്പോൾ അതേസമയം മുഴുവൻ ദേവന്മാരെയും നടുക്കിയ ഒരു അസുരൻ ജനിച്ചു. അവന്റെ പേരാണ് ബാണാസുരൻ. സത്യത്തിൽ ആ അസുരനെ കണ്ട് ദേവന്മാർ പോലും ഭയന്നുവിറച്ചു. അപ്പോൾ ദേവന്മാർ ആ അസുരനോട് പറഞ്ഞു, നീ ഞങ്ങളെ ഭയപ്പെടുത്തുന്നു, പക്ഷെ നിനക്ക് ഒരിക്കലും ശിവനെ ഭയപ്പെടുത്താൻ കഴിയില്ല. നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ നീ പോയി ശിവനെ ഭയപ്പെടുത്തിയിട്ട് വാ എന്ന് പറഞ്ഞ് അവർ അവനെ അവിടെ നിന്ന് ഓടിക്കാൻ ശ്രമിച്ചു. ഇത് കേട്ടതും ബാണാസുരൻ അതികഠിനമായി കോപിച്ച് ഉടനെ ശിവപെരുമാനിരിക്കുന്ന സ്ഥലത്തേക്ക് പോയി. ആ അസുരൻ ശിവനെ നോക്കി, നിനക്കൊട്ടും ഭയമില്ലേ? നിന്റെ കണ്ണുകൾ തുറന്ന് എന്നെ നോക്കൂ എന്ന് അലറി. എന്നാൽ ശിവപെരുമാൻ കണ്ണു തുറന്നില്ല. ഇതിൽ കടുത്ത കോപം വന്ന ബാണാസുരൻ തന്റെ കാൽ കൊണ്ട് ശിവന്റെ മുഖത്ത് ആഞ്ഞു ചവിട്ടി. അദ്ദേഹത്തെ ചവിട്ടിയ ശേഷം ചിരിച്ചുകൊണ്ട്, ഇപ്പോൾ കണ്ണു തുറന്നു നോക്ക് എന്ന് അവൻ ആക്രോശിച്ചു. ഉടനെ ആകാശം മുഴുവൻ ഇരുണ്ടു. ശിവപെരുമാന്റെ ശരീരം മുഴുവൻ തീജ്വാലകൾ ആടിക്കെത്തി. അപ്പോൾ ശിവപെരുമാൻ തന്റെ രണ്ടു കണ്ണുകളും തുറക്കാതെ ആദ്യമായി തന്റെ മൂന്നാം കണ്ണ് തുറന്നു. ആ മൂന്നാം കണ്ണിൽ നിന്നും വന്ന ശക്തിയേറിയ അഗ്നി ബാണാസുരന്റെ മേൽ പതിച്ചയുടനെ അവൻ ഭസ്മമായി പോയി. ഇത് കണ്ട മുഴുവൻ ദേവന്മാരും ഭയന്നു വിറച്ചു. ഇതാണ് ശിവന്റെ പരമമായ കോപമെന്ന് എല്ലാവർക്കും മനസ്സിലായി. ഓം നമഃ ശിവായ.